നമസ്കാരം. നാം ഏവർക്കും പ്രിയപ്പെട്ട ദേവൻ തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. വിശ്വപ്രസിദ്ധമാണ് ഗുരുവായൂർ. ഭൂമിയിലെ വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം. നിത്യവും ഇവിടെ വരുന്ന ഭക്തർക്ക് അല്ലെങ്കിൽ ദർശനത്തിനായി വരുന്ന ഭക്തർക്ക് ഭഗവാൻ അനേകം അത്ഭുതങ്ങൾ തന്നെ നൽകുന്നതുമാണ്. ഇത് ഏവർക്കും പറയുവാൻ സാധിക്കുന്ന അനുഭവങ്ങൾ തന്നെയാകുന്നു. ഭഗവാനെ ഒരിക്കൽ തൊഴുതാൽ പിന്നെ ഭഗവത് രൂപം മനസ്സിൽ മായുന്നതല്ല, അറിയാതെയെങ്കിലും ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പോകുന്നതുമാണ്. ഇത്തരത്തിൽ ഓരോരുത്തരെയും ഞെട്ടിക്കുന്ന അഥവാ അത്ഭുതങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ദേവൻ തന്നെയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ ജന്മാഷ്ടമി ആഘോഷം ഒരു അത്ഭുതം തന്നെയാകുന്നു. ഓരോ ഭക്തന്റെയും ഹൃദയം കവരുന്നതായ കാഴ്ച. ഭഗവാന്റെ അത്ഭുതങ്ങൾ അനേകം തന്നെയാണ്. എന്നാൽ എല്ലാ വർഷവും ഭക്തരുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹവും വിശ്വാസവും ഭക്തിയും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കുന്നതാണ്. അത് രാജസ്ഥാനിലെ ഒരു ക്ഷേത്രത്തിലാണ്. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ജന്മാഷ്ടമി ഭഗവാന്റെ പിറന്നാളാണ് ജന്മാഷ്ടമിയായി നാം ഏവരും ആഘോഷിക്കുന്നത്. ജന്മാഷ്ടമി നാളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജയും ആരാധനയും ഉണ്ട്. എന്നാൽ രാജസ്ഥാനിലെ കൻക്രോളി ക്ഷേത്രത്തിൽ ഈ ദിവസം അനേകം ഭക്തർ തന്നെയാണ് എത്തിച്ചേരുക. വിശ്വപ്രസിദ്ധമായ ദ്വാരകാരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമാനമായ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലും ഉള്ളത്. സാധാരണ ഒരു ക്ഷേത്രം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി നാളിൽ ജന്മാഷ്ടമി ദിവസം വലിയ തിരക്ക് തന്നെയാണ് ഉണ്ടാവുക. അടുത്തുള്ള നദിയിലാണ് ഈ ക്ഷേത്രത്തിലെ ജന്മാഷ്ടമി നാളിലെ പ്രധാനമായ ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. ഈ ചടങ്ങ് ഓരോ ശ്രീകൃഷ്ണ ഭക്തരുടെയും മനം കവരുന്ന ഒരു കാഴ്ച തന്നെയാകുന്നു. ഇനി ഈ വിശേഷാൽ ആചാരത്തെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. പൂജാരിയുടെ സ്വന്തം കണ്ണൻ. ജന്മാഷ്ടമി നാളിൽ പൂജാരി ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി അടുത്തുള്ള നദിയുടെ അടുത്തേക്ക് വരുന്നതാകുന്നു. ഹരേ കൃഷ്ണ എന്ന വിളികളാൽ ഭഗവാന്റെ നാമം അവിടെ മുഴങ്ങുന്നതാണ്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നദിയുടെ ഇരുതീരത്തിലും അനേകം ഭക്തജനങ്ങൾ കാത്ത് നിൽക്കുന്നതുമാണ്. ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും നിറഞ്ഞ് നിൽക്കുന്നതായ ഒരു സദസ്സ് തന്നെയാണ് അത്. നദിയിലേക്ക് ഭഗവാനെ മാറോട് ചേർത്ത് പൂജാരി നദിയിലേക്ക് ഇറങ്ങുന്നു. മെല്ലെ നദിയിലേക്ക് ഇറങ്ങുന്നു. അധികം ആഴമില്ലാത്ത ഒരിടത്ത് ഭഗവാന്റെ വിഗ്രഹം നദിയിലേക്ക് വയ്ക്കുന്നു. നിറഞ്ഞ ഭക്തിയോടെയാണ് പൂജാരി ഇത് ചെയ്യുന്നത്. വളരെയധികം ഒഴുക്കുള്ള ഈ നദിയിലൂടെ വിഗ്രഹം ഒഴുകി പൂജാരിയുടെ അടുത്തു നിന്നും അകലേണ്ടതാകുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് വളരെ വിചിത്രമായ അല്ലെങ്കിൽ ഏവരിലും അത്ഭുതം നൽകുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. ഇവിടെയാണ് ഭഗവാന്റെ സ്നേഹവും തന്റെ ഭക്തരുടെയും സ്നേഹം ഇരട്ടിപ്പിക്കുന്നതായ കാഴ്ച, അതിശയിപ്പിക്കുന്ന കാഴ്ച. നദിയുടെ ഒഴുക്കിന് വിപരീതമായി വിഗ്രഹം പൂജാരിയുടെ അടുത്തേക്ക് നീങ്ങി വരുന്നതാകുന്നു. പൂജാരിയുടെ അടുത്തേക്ക് നീങ്ങിയെത്തിയ ഭഗവാനെ പൂജാരി വാരി പുണരുന്നതുമാണ്. ശേഷം വീണ്ടും പൂജാരി ഈ കാര്യം ഒന്നല്ല അനേകം തവണ ചെയ്യും. ഓരോ തവണയും തന്റെ ഭക്തരോടുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കും വിധം ഭഗവാൻ അടുത്തേക്ക് ഓടി എത്തുകയും ചെയ്യും. ഭഗവാനിൽ സ്വയം അർപ്പിക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ എത്ര തന്നെ പ്രതിബന്ധങ്ങളുണ്ട് എങ്കിലും ഓടിയെത്തും എന്നതിൻ്റെ തെളിവ് തന്നെയാണ്, അഥവാ ഉത്തമമായ ഉദാഹരണം തന്നെയാണ് ഈ കാഴ്ച. വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ഈ കാഴ്ച ഏവരിലും അമ്പരപ്പിക്കുന്ന
ഏവരിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന കാഴ്ച തന്നെയാകുന്നു. നാം ഏവരും ഈ കാഴ്ച കാണുന്നത് പോലും അത്രമേൽ പുണ്യമാണ് എന്ന് തന്നെ പറയാം. ഭഗവാനിലേക്ക് അടുക്കുവാൻ ഏറ്റവും അനിവാര്യമായത് ഭഗവാനിൽ നാം ആത്മസമർപ്പണം തന്നെയാകുന്നു. ഇത് വാസ്തവമായ കാര്യം തന്നെയാണ്. നമ്മെ വീണ്ടും വീണ്ടും ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ഭഗവാനിൽ നാം നമ്മെ സമർപ്പിച്ചാൽ ഭഗവാൻ നമ്മളിലേക്ക് ഓടി എത്തുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങളെ ഭഗവാൻ കൈവിടുന്നതല്ല. അതാണ് വാസ്തവം. ഭഗവാന്റെ സ്നേഹം അത് അനുഭവിച്ച് അറിയേണ്ടതായ കാര്യം തന്നെയാകുന്നു. നാം എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ ഒന്ന് സ്മരിച്ചതിന് ശേഷം അത് ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ, ഭഗവാനെ നിത്യവും നിങ്ങൾ സ്മരിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ ക്രമാതീതമായി കുറയും. ദുരിതങ്ങൾ പല അവസരങ്ങളിലും നിങ്ങളെ ബാധിക്കാതെ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. നിത്യവും വീട് വൃത്തിയാക്കുന്നത് പോലും ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം ഉള്ളതിനാലാണ് എന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് അതിനാൽ സന്തോഷം നിറയുന്നതാകുന്നു. ഇത്തരത്തിൽ ഏറ്റവും സന്തോഷം എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ വന്നു ചേരും. പലപ്പോഴും നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ചേരാം. എന്നാൽ ഈ സമയം നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ, അതായത് സന്തോഷത്തിൽ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നത് പോലെ തന്നെ ദുഃഖങ്ങളും വിഷമങ്ങളും വരുന്നതായ അവസരത്തിലും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുകയും നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാന്റെ പരീക്ഷണങ്ങളും നിങ്ങളിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും ഉയർച്ചയും ഭഗവത് പ്രീതിയാൽ വന്നു ചേരും. അതിനാൽ തന്നെ നിത്യവും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സാധിക്കുന്നവർ നിത്യവും പോവുക. സാധിക്കാത്തവർ ഈ കാര്യമെങ്കിലും എല്ലാ മാസവും ചെയ്യുവാൻ ശ്രമിക്കുക.